ഫ്രണ്ട്സ്, ഞാൻ രാഹുൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലായ രാഹുൽ ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീണ്ടും ഒരു ഞായറാഴ്ചയും കൂടി വന്നിട്ടുണ്ട്. അറിയാലോ, എപ്പോഴും പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഞായറാഴ്ച തന്നെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഞായറാഴ്ച നമ്മളൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നത്. അപ്പം അതിന് മുന്നേ എനിക്ക് നമ്മുടെ ഈ ബുധനാഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു 4-5 ദിവസം എക്സാമൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലേക്ക് എന്താ പറയുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു പോയി. കാണുന്ന എല്ലാവരും ക്ഷമിക്കുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് ഇന്ന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ബുധനാഴ്ച അമ്മയുടെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു വിഷമം വരുന്നല്ലോ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമ്മളിപ്പോൾ ഇന്ന് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു മോശമായി പോലെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ മാറ്റി വെക്കുകയാണ്. എൻ്റെ വീഡിയോ നമുക്കൊരു കാര്യം അടുത്ത ഞായറാഴ്ചത്തേക്ക് വെച്ചാൽ കുഴപ്പമില്ല. അടുത്ത ബുധനാഴ്ച അമ്മ തന്നെ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ 2 ദിവസം ഗ്യാപ്പിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ഇട്ടിന് അടുത്ത ഞായറാഴ്ച എന്തായാലും വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ ഞായറാഴ്ച ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഒരു വീഡിയോ ആണ് ചെയ്യണത്. നമ്മളൊരു വെറൈറ്റി ഒരു കേക്കാണ്, മിൽക്ക് ക്രീം കേക്ക് എന്ന് പറയുക സംഭവത്തിന്. അപ്പോൾ ആ സംഭവം പാല് വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയതാണ്. കുറേ വെറൈറ്റി, നമ്മളതിനകത്ത് വിപ്പിംഗ് ക്രീമൊന്നും അല്ല ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിക്കോളും. സംഭവം കുറച്ച് കിട്ടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞത്, ഞാൻ പറഞ്ഞില്ല ഇത്ര ദിവസം വൈകിയതുകൊണ്ടേ ടേസ്റ്റൊക്കെ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ക്രീം കേക്കാണ്. ഓക്കെ, ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്ക് എളുപ്പം ചെയ്തെടുക്കാനും പറ്റും. മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പം ഇതിന് ഞാനൊരു പാത്രത്തിൽ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ പോവാം. ഇത് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഷുഗർ എടുത്ത് ആഡ് ചെയ്ത് വീണ്ടും ഇളക്കുക കേട്ടോ. 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പാലിലേക്ക് മിക്സ് ചെയ്യുമ്പം അത് കട്ട പിടിക്കും. നമുക്ക് ചിലർ കസ്റ്റേർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ യൂസ് ചെയ്യുക കേട്ടോ. കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമ്മുടെ പാല് കട്ടിയായിട്ട് ക്രീമായിട്ട് കിട്ടും. അപ്പം നമുക്കിപ്പം കസ്റ്റേർഡ് പൗഡർ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഈ കസ്റ്റേർഡ് കലക്കി വെച്ചില്ലേ, അത് നമ്മൾ നന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കണം നമുക്ക്. നമ്മളത് മാറ്റിയിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. കുറച്ച് നേരം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിതൊരു 2-3 ഗ്ലാസ് വെള്ളം ഇതൊന്ന് നല്ലോണം ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവിയിലാണ് നമ്മൾ നമ്മുടെ കേക്കിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ആവി വരണം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ അത് തിളച്ചോട്ടെ. ഇപ്പം ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടിട്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് തൈര് വേണം. നമ്മൾ ആ ഓയിൽ എത്ര എടുത്തതെന്ന് വെച്ചാൽ അത്രയും തന്നെ തൈര് ചേർക്കുക കേട്ടോ. നമ്മുടെ കേക്കിന് ആവശ്യമായ തൈര്. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി
ഇളക്കി യോജിപ്പിക്കുക. കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. ഇതൊരു അരക്കപ്പ്. നമ്മൾ 1 കപ്പ് പൊടിക്കാണ് എടുക്കുന്നത്. അപ്പം അരക്കപ്പ് പഞ്ചസാര പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ നമ്മളത് യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു സൈഡിലേക്ക് മാത്രമേ ബാറ്റർ ഇളക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് നമ്മളിതിൽ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എഗ്ഗില്ല, ഓവനില്ല, ബീറ്ററില്ല, ഒന്നുമില്ലാത്ത സംഭവം. മിക്സി വേണ്ട, ഒന്നും വേണ്ട. നമ്മളിത് ഇപ്പോൾ റെഡിയാക്കി കൊടുക്കൂലേ നമ്മുടെ കുട്ടികൾക്ക്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബാറ്ററുടെ റെഡി. ഇനി നമ്മളടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു അരിപ്പ വെച്ചു. എന്നിട്ട് നമ്മുടെ പൊടി, അതായത് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് മൈദപ്പൊടീനെ ഞാൻ ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരിച്ച് ഇതിനകത്തേക്ക് ഇടുക. ഇത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. കാരണം ഈ ബേക്കിംഗ് സോഡയും പൗഡറും ഒക്കെ ഒരു സ്ഥലത്ത് മാത്രം ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ അരിച്ചിടുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഴില്ല. ഓക്കെ, അതിനുശേഷം നമ്മളിതിനെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അയ്യോ കട്ട കെട്ടിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊന്നും വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട. കുറച്ച് ഇങ്ങനെ നമുക്ക് വെള്ളത്തിന് കുറവ് വരും. കാരണം എന്താ ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററിനെ ലൂസാക്കി കൊടുക്കുക. പോരാ, നമ്മുടെ ബാറ്ററിൻ്റെ ലൂസ് പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പാൽ കൂടി ഒഴിക്കും. പാല് കുറച്ച് ഒഴിച്ച് വേണം നമ്മൾ മിക്സ് റെഡിയാക്കാൻ. നമ്മളൊന്നും കൂടി ഇങ്ങനെ ഒരു സൈഡിലേക്കേ പാടുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയുകയാണ്, ഒറ്റ സൈഡിലേക്ക് നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴും പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പാലൂടി ഒഴിക്കും. നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് നെയ്യെടുത്ത് പാത്രത്തിലേക്കൊന്ന് ഇങ്ങനെ തടവി കണ്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാറ്ററിനെ ഇങ്ങോട്ട് ഒഴിക്കാൻ പോകും. നിങ്ങൾ ഞെട്ടിപ്പോണ്ടല്ലേ, എന്തൊന്ന് കേക്ക് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. വെയിറ്റ്. ശേഷം നമ്മൾ നമ്മുടെ ബാറ്റർ ഇതിലൊഴിച്ചു ഒന്നിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ മൂടി കൊടുക്കുക. ഇത് മൂടുന്നത് വേറൊന്നിനും അല്ല, നമ്മൾ നമ്മുടെ ചെയ്യുന്നത് ആവിയിലാണ് അല്ലേ. അപ്പോൾ ആവി വീഴരുത് ഇതിനകത്ത്.
നമുക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നമ്മളിത് ഒരു 5 മിനിറ്റ് നമ്മുടെ സംഭവം പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിത് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ചിട്ട് സ്ലോലി, അങ്ങനെ അധികം തീ വേണ്ട, അധികം ഇല്ലാണ്ട് നമ്മൾ ഒരു സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പതിയെ പൊക്കിയിട്ട് കേക്കിനകത്തൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് ഇറക്കി വെക്കാൻ പോവാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ കുത്തി കൊടുക്കുക കേക്ക്. അപ്പം ഈ ക്രീമുകളൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങും കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമ്മുടെ കേക്ക്. ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ നന്നായിട്ട് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ എത്ര വേണേലും ഇടാം കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ നട്ട്സ്. നട്ട്സൊക്കെ നമുക്ക് എത്ര വേണേലും ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മിൽക്ക് ക്രീം സ്റ്റീം കേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. എന്തൊരു സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. നോക്കി, ഇത് രസമായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ പിള്ളേർക്ക് കൊടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നെ എപ്പോഴും നമുക്ക് പണി വരും. കണ്ടോ, ഇതാണ് അപ്പം നമ്മുടെ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കരുത്. ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ബൈ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനുണ്ട് സൂപ്പർ സാധനം അല്ലേ. സാധനം ഇങ്ങനെ തണുപ്പിക്കണം കേട്ടോ. തണുപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് എടുക്കുക. വേറൊരു സംഭവമുണ്ട്, ഇത് അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഇനി അമ്മ ഇത് പറഞ്ഞു കൊടുത്തിട്ടേ ലാസ്റ്റ് അമ്മക്ക് ഒരു ഇത് വന്നാലോ അങ്ങനെ കൂടി ചെയ്തിട്ട് അടിപൊളിയായിരിക്കും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സംഭവം എടുത്തിട്ട് നമ്മുടെ ഒരു ബൗളിലിടുക. ഈ ബൗളിലിട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടിപൊളി ഒരു വാനില ഐസ്ക്രീം ഇല്ലേ, സംഭവം വാങ്ങിച്ചിട്ട് ഈ വാനില ഐസ്ക്രീം അതിനകത്ത് ഇടുക. വാനില ഐസ്ക്രീം ഇട്ട് മുകളിൽ കുറച്ച് നമ്മുടെ ഈ ചോക്ലേറ്റ് സിറപ്പില്ലേ, ഇതിങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടം, ഡിസൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാനുള്ള സാധനമുള്ളൂ. ഡിസൈൻ ഇട്ടില്ലെങ്കിലും ആരും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെറിയ സ്കൂപ്പ് എടുക്കുക, അതിങ്ങനെ എടുക്കുക, കഴിക്കുക. സംഭവം പൊളിക്കൂലേ. അത് എൻ്റെ ഒരു ഐഡിയ ആണ്. ഏത് ഇത് അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് ഇനി ഏത് ഞാനാണ് ആ ഐസ്ക്രീമിൻ്റെ ഐഡിയ കൂടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസ്ക്രീം ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഐസ്ക്രീം ഇട്ടാൽ വേറൊരു ടേസ്റ്റും കൂടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ സംഭവം പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം കിടുക്കം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ എന്ന് പറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ശരിക്കും ബൈ ആണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.